പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് 2024 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഫുൾ ഷോ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഈ ഷോയുടെ ആദ്യ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് പ്രീ ഷോയിൽ വെച്ചിട്ടായിരുന്നു. നിലവിലെ വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ജേഡ് കാർഗിൽ, ബിയാങ്ക ബെലേർ തുടങ്ങിയവരുടെ ടീം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് ഇൻഡി ഹാർട്ട് വെലി, കാൻഡിസ് ലെറെ തുടങ്ങിയവരുടെ ടീമിന് എതിരെയായിരുന്നു. ഇതൊരു കിക്ക് ഓഫിലെ മത്സരമായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു മത്സരം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മളെ പ്രതീക്ഷയൊന്നും തെറ്റിക്കാതെയുള്ള ഒരു മത്സര റിസൾട്ടുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇൻഡി ഹാർട്ട് വെല്ലി, കാൻഡിസ് ലെറെ തുടങ്ങിയവർക്ക് മത്സരം തുടങ്ങി കുറച്ച് മൂവ്സ് അവരുടെ ചാമ്പ്യന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയെങ്കിലും അതിനുശേഷം ചെറിയ രീതിയിൽ ബിയാങ്ക ബെലേറിൻ്റെ കാലിന് ആക്രമണം നടത്തി അവർ മത്സരത്തിൻ്റെ ഒരു കൺട്രോൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിനുശേഷം പതിവ് പോലെ ജേഡ് കാർഗിലിന് ഒരു ഹോട്ട് ടാഗ് ബിയാങ്ക ബെലേർ കൊടുക്കുന്നു. ജേഡ് കാർഗിൽ വരുന്നു, ഈ രണ്ട് റെസ്ലേഴ്സിനെയും ഒന്ന് ആക്രമിക്കുന്നു. ആ ആക്രമിച്ചതിന് ശേഷം ചെറിയൊരു തിരിച്ചറിവ് നടത്താൻ കാൻഡിസിൻ്റെ ടീം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയും ജേഡ് കാർഗിലും ബിയാങ്ക ബെലേറും കൂടി പെട്ടെന്ന് ഫിനിഷർ ഇട്ടുകൊണ്ട് മത്സരത്തിൽ അവർ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ജേഡ് കാർഗിലും ബിയാങ്ക ബെലേറും ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതോടുകൂടി ഈ മത്സരം അവസാനിക്കുന്നു. മെയിൻ ഷോയിലെ ആദ്യത്തെ മത്സരം വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ബെക്കി ലഞ്ച് ലിവ് മോർഗനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഈ മത്സരം രണ്ട് റെസ്ലേഴ്സിനും തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് പേർക്കും വിജയിക്കാനുള്ള ഒട്ടനവധി ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ട് റെസ്ലേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവരുടെ മെയിൻ മൂവ്സ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫിനിഷേഴ്സ് ചെയ്യുന്നു. അങ്ങനെ പിൻഫോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ആര് വിജയിക്കുമെന്നുള്ള ഒരു മൂർധന്യ ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് ബെക്കി ലഞ്ചിൻ്റെ സബ്മിഷൻ മൂവ് ലിവ് മോർഗനെതിരെ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ബെക്കിയുടെ ശ്രദ്ധ മറ്റൊരു വ്യക്തിയിലേക്ക് എത്തുന്നു. അത് മറ്റാരുമല്ല, നിലവിൽ ഇഞ്ചേർഡായി മാറി നിൽക്കുന്ന ജഡ്ജ്മെൻ്റ് ഡേ ടീമിലെ അംഗമായ ഡൊമിനിക്കിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ ഡൊമിനിക്ക് എന്താണ് ഈ മത്സരത്തിൻ്റെ ഇടയിൽ റിംഗ് സൈഡിൽ വന്ന് കാണിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയൊരു സംശയം ബെക്കിയുടെ മുഖത്തും അതുപോലെ തന്നെ കാണികളായ നമ്മുടെ മുഖത്തും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഡൊമിനിക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ആ സബ്മിഷൻ വിട്ട് ബെക്കി പറയുന്നുണ്ട്, നീ തിരികെ ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ. എന്നാൽ ഡൊമിനിക്ക് പോകുന്നില്ല. ആ ഒരു സമയത്ത് ബെക്കിയുടെ മുന്നിലേക്ക് ഒരു സ്റ്റീൽ ചെയർ ഡൊമിനിക് മിസ്റ്റീരിയോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് ലിവ് മോർഗനെ ആക്രമിച്ച് ലിവ് മോർഗനെ പരാജയപ്പെടുത്താനായിരിക്കണം മിക്കവാറും ഡൊമിനിക് ഉദ്ദേശിച്ചത്. എന്നാൽ ഈ സ്റ്റീൽ ചെയർ തനിക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു സംശയത്തിൽ ബെക്കി നിൽക്കുന്ന സമയത്ത് ഓടി വന്ന ലിവ് മോർഗൻ ഒരു DDT റഫറി കാണാതെ ബെക്കി ലഞ്ചിനെതിരെ ആ ഒരു സ്റ്റീൽ ചെയറിൻ്റെ മുകളിലേക്ക് ചെയ്യുന്നു. പിന്നീട് ഫിനിഷർ കൂടി ഇട്ടതിന് ശേഷം പിൻഫോളിലൂടെ ബെക്കിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഡൊമിനിക്കിൻ്റെ മുഖത്തും ബെക്കിയിലെ മുഖത്തും വലിയ നിരാശയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഡൊമിനിക്ക് ഉദ്ദേശിച്ചത് ലിവ് മോർഗനെ പരാജയപ്പെടുത്താൻ വേണ്ടി ബെക്കിയെ സഹായിക്കാമെന്നാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്ത്രം തിരിച്ചടിക്കുന്നതാണ് നമുക്ക് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ ആദ്യ മെയിൻ ഷോയിലെ മത്സരത്തിൽ പുതിയ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻ ആകുന്നതോടുകൂടി ആ മത്സരം അവസാനിക്കുന്നു. രണ്ടാമത്തെ മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ സാമി സെയിൻ, ബ്രോൺസൺ റീഡ്, ജാഡ് ഗാബിൾ തുടങ്ങിയവർക്കെതിരെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ആദ്യം എൻട്രൻസ് നടത്തിയത് ജാഡ് ഗാബിൾ ആയിരുന്നു. ആ ഒരു സമയത്ത് ഓട്ടിസ് മാത്രം തൻ്റെ കൂടെ വന്നാൽ മതി, മാക്സിനി ഡുപ്രി ബാക്ക് സ്റ്റേജിലേക്ക് പോയിക്കോ എന്നുള്ളത് ജാഡ് ഗാബിൾ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു എൻട്രൻസ് സമയത്ത് റിംഗിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഓട്ടിസിനോട് ജാഡ് ഗാബിൾ പറയുന്നുണ്ട്, കൃത്യമായ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തത് നീ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിന്നീട് മറ്റ് റെസ്ലേഴ്സിൻ്റെ ഒരു എൻട്രൻസ് നടക്കുന്നു. ആ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം ആരംഭിക്കുന്നു. ഇന്നത്തെ ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട മത്സരം ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരുന്നു. കാരണം 3 റെസ്ലേഴ്സിനെയും വളരെ പവർഫുള്ളായി മത്സരത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ജാഡ് ഗാബിൾ ആണ് കൂട്ടത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്ലർ എന്നുള്ളത് അവർ പ്രത്യേകം കാണിക്കാനും മറന്നിട്ടില്ല. കാരണം ജാഡ് ഗാബിൾ ബ്രോൺസൺ റീഡിനെയും സാമി സെയിനെയും ഒരേ സമയത്ത് ജർമ്മൻ സുപ്ലക്സ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. അതുപോലെ തന്നെ ബ്രോൺസൺ റീഡിനെ ജാഡ് ഗാബിൾ അദ്ദേഹത്തിൻ്റെ ആംഗിൾ ലോക്ക് സബ്മിഷൻ ഇട്ട് നിൽക്കുന്ന സമയത്ത് ജാഡ് ഗാബിളിൻ്റെ ഒരു കാലിലേക്ക് സാമി സെയിൻ ഓടി വന്ന് ഒരു ആംഗിൾ ലോക്കും കൂടി ഇടുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മത്സരത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് അവസാന നിമിഷങ്ങളിലാണ്. അതായത് ഓട്ടിസിൻ്റെ മുന്നിലേക്ക് ബ്രോൺസൺ റീഡിനെ ഇട്ടുകൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഓട്ടിസിനോട് ആക്രമിക്കാൻ. ഓട്ടിസ് അദ്ദേഹം കൈകൊണ്ട് അടിച്ച് ആക്രമിക്കുന്നു. ഇത് ഒരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നില്ല, കാരണം ഇതൊരു ട്രിപ്പിൾ ത്രെറ്റ് ആണ്. പിന്നീട് സാമി സെയിനെയും
ഓട്ടിസിന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നാൽ ഓട്ടിസ് അടിക്കാൻ വിസമ്മതിക്കുന്നു. ആ സമയത്ത് ജാഡ് ഗേബിൾ പോയി ഓട്ടിസിൻ്റെ മുഖത്തൊക്കെ അടിച്ച് ഞാൻ അവനെ എടുത്ത് പൊന്തിച്ചേരാം, നീ അടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓട്ടിസ് അടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് മാറിപ്പോയി. സാമി സെയിന് പകരം ജാഡ് ഗേബിളിനെയാണ് ഓട്ടിസ് അടിക്കുന്നത്. ആ അവസരം മുതലെടുത്തുകൊണ്ട് പിന്നീട് റിങ്ങിലേക്ക് കയറിയ സാമി ബ്രോൺസൺ റീഡിനെതിരെ ആ ഒരു ഫിനിഷർ ചെയ്യുന്നു. ആ ഒരു ഫിനിഷറിലൂടെ അദ്ദേഹം ആ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഓട്ടിസ് താൻ ചെയ്തത് വലിയൊരു മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ജാഡ് ഗേബിൾ വളരെ രൂക്ഷത്തോടു കൂടി ഇങ്ങനെ ഓട്ടിസിനെ നോക്കി നിൽക്കുന്ന ആ ഒരു മുഖഭാവം അത് കാണിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു മത്സരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവസാനിപ്പിക്കുന്നത്. മെയിൻ ഷോയിലെ മൂന്നാമത്തെ മത്സരം ക്വീൻ ഓഫ് ദി റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു. ലൈറ വാൽക്കീരിയയും നയ ജാക്സും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം. ഈ മത്സരത്തിൽ നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അത് തന്നെയാണ് കാണാൻ സാധിച്ചത്. അതായത് നയ ജാക്സിൻ്റെ ഒരു വൺ സൈഡ് പെർഫോമൻസ്, വൺ സൈഡ് ഡൊമിനൻസ് തന്നെയായിരുന്നു മത്സരത്തിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിച്ചത്. ഇടയ്ക്ക് 1-2 മൂവ്സ് ലൈറ വാൽക്കീരിയ ചെയ്തു എന്നുണ്ടെങ്കിലും നയ ജാക്സ് തന്നെയാണ് 90% ഈ മത്സരം കൺട്രോൾ ചെയ്തത്. അങ്ങനെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള മറ്റ് വലിയ മൊമെൻറ്റ്സ് ഒന്നും കാണാൻ സാധിച്ചില്ല. 1-2 സമയത്ത് ആ ഫിനിഷർ മൂവൊക്കെ ഇടാൻ വേണ്ടി നയ ശ്രമിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്ന ലൈറ വാൽക്കീരിയ അവസാനം ഒരു പവർ ബോംബ് ആ ടേൺ ബക്കിളിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് നയ ജാക്സ് ഒരു ഫിനിഷർ ഇട്ടുകൊണ്ട് ലൈറ വാൽക്കീരിയയെ പരാജയപ്പെടുത്തുന്നത്. അതിനുശേഷം ക്വീൻ ഓഫ് ദ റിംഗ് ആയതിനു ശേഷം ട്രിപ്പിൾ എച്ച് വന്നിട്ടാണ് ആ ഒരു ക്വീൻ്റെ കിരീടം നയയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അടുത്ത സമ്മർ സ്ലാമിലെ എതിരാളി അത് ബെയ്ലിയുടെ കൈവശമുള്ള WWE ചാമ്പ്യൻഷിപ്പിനായിരിക്കും എന്നുള്ളതും നയ ജാക്സ് ആ മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൊമോ സെഗ്മെൻറ്റിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. 4ാമത്തെ മത്സരം കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു. നമ്മൾ ഏറെ ആവശ്യത്തോടു കൂടി കാത്തിരുന്ന ആ ഒരു ഡ്രീം മാച്ച് ഗുന്തർ വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള ഫൈനൽ മത്സരം. ഈ മത്സരത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് എന്തോ അത് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഇഞ്ചുറി പറ്റിയ റാൻഡി ഓർട്ടനെ കാലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗുന്തറിൻ്റെ ആക്രമണമാണ് നമുക്ക് മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചത്. മത്സരത്തിൽ എടുത്തു പറയേണ്ട പോയിന്റ് 2 തവണയാണ് റാൻഡി ഓർട്ടന് ആർക്കിയോ ചെയ്യാൻ സാധിച്ചതിൽ. അതിൽ ആദ്യത്തെ തവണ റാൻഡി ഓർട്ടന് പിൻ ചെയ്യാൻ സാധിച്ചില്ല. രണ്ടാമത്തെ തവണ അദ്ദേഹം ആർക്കിയോ ചെയ്തു എന്നുണ്ടെങ്കിലും അദ്ദേഹം പിൻ ചെയ്യുന്ന സമയത്ത് റാൻഡി ഓർട്ടനെ അത് മറ്റൊരു കൗണ്ടർ പിന്നിലേക്ക് കൊണ്ടുപോയി ഗുന്തർ പിന്നീട് മത്സരത്തിൽ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ മത്സരത്തിൻ്റെ എൻഡിങ് വളരെ വിവാദപരമായിട്ടുള്ള ഒരു പോയിൻ്റാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യാവുന്നതാണ്. അങ്ങനെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ വിജയിച്ച് നിൽക്കുന്ന ഗുന്തർ അദ്ദേഹത്തിൻ്റെ സമ്മർ സ്ലാമിലെ എതിരാളി വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരിക്കുമെന്നുള്ളതും അനൗൺസ് ചെയ്യുന്നതോടുകൂടി ആ മത്സരം അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരം അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. മത്സരം ലോഗൻ പോളിനെ സംബന്ധിച്ചൊരു സുവർണാവസരമായിരുന്നു. ഡബിൾ ചാമ്പ്യൻ ആകാനുള്ള വലിയൊരു അവസരമാണ് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ ലഭിച്ചത്. എന്നാൽ ലോഗൻ പോൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള എല്ലാ ട്രിക്കുകളും ഉപയോഗിച്ചിട്ടും കോഡിയെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. ഈ മത്സരം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ 2 റെസ്ലേഴ്സിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് തുല്യമായിട്ടുള്ള മൂവ്സൊക്കെ കൊടുത്ത് അവരുടെ ഒരു ആധിപത്യം ആര് നേടും എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ആരംഭിച്ചത്. അതിനുശേഷം റിങ്ങിൻ്റെ പുറത്തേക്ക് വിടുന്ന ലോഗൻ പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ബ്രാസ് നെക്ലസ് കരസ്ഥമാക്കുന്നു. അതുപയോഗിച്ച് കോഡിയെ ആക്രമിക്കുന്നു. എന്നാൽ കോഡി അവിടെയും തിരിച്ചടിക്കുന്നുണ്ട്. അതിനുശേഷം കോഡിക്ക് ഒരു മേൽക്കൈ കിട്ടുന്നത് ആ കോഡി കട്ടർ എന്ന് പറയുന്ന മൂവ് കമൻറ്റേഴ്സ് ടേബിളിൻ്റെ മുകളിലേക്ക് ടൈം കീപ്പേഴ്സിൻ്റെ ബാരിക്കേഡിൽ നിന്ന് ചാടിക്കൊണ്ട് ലോഗൻ പോളിനെതിരെ ചെയ്യുന്ന ഒരു സമയത്താണ്. എന്നാൽ അവിടെയും ലോഗൻ പോൾ പരാജയപ്പെടുന്നില്ല. ആ സമയത്ത് ലോഗൻ പോൾ 10 കൗണ്ട് ഔട്ട് ചെയ്തുകൊണ്ട് പരാജയപ്പെടും എന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ അവിടെ റഫറിയെ തടഞ്ഞതിന് ശേഷം കോഡി പറയുന്നുണ്ട് താൻ ഇവനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് എന്നുള്ളത്. പിന്നീട് തിരിച്ചടിച്ച ലോഗൻ പോൾ ആദ്യത്തെ കമൻറ്റേഴ്സ് ടേബിളിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് അവിടെ ഒരു ഫ്രോഗ് സ്പ്ലാഷ് ചെയ്യുന്നുണ്ട്. അതൊരു കിടിലൻ വിഷ്വൽ തന്നെയായിരുന്നു. അതിനുശേഷം റിങ്ങിലേക്ക് ഇട്ടുകൊണ്ട് മറ്റൊരു ഫ്രോഗ് സ്പ്ലാഷും ചെയ്യുന്നുണ്ട്. അവിടെയും കോഡി പരാജയപ്പെടുന്നില്ല. അങ്ങനെ മത്സരം മുന്നോട്ട് പോകുന്നു. ആ മത്സരത്തിൻ്റെ ഇടയിൽ റഫറിയുടെ മേത്ത് ലോഗൻ പോൾ പോയി അടിക്കുന്നുണ്ട്. അങ്ങനെ അൺകോൺഷ്യസ് ആയ റഫറി ആ ഒരു സമയത്ത് ലോഗൻ പോളിനെതിരെ നല്ലൊരു കിടിലൻ മൂവ് ചെയ്ത് പിൻ ചെയ്യാൻ ശ്രമിക്കുന്ന കോഡിക്ക് അൺകോൺഷ്യസ് ആയി കിടക്കുന്ന റഫറിയെയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ റഫറിയെ എഴുന്നേൽപ്പിക്കാൻ പോയ കോഡിക്കെതിരെ തിരികെ വന്ന കോഡിക്കെതിരെ ഒരു ലോ ബ്ലോ ലോഗൻ പോൾ ചെയ്യുന്നു. അദ്ദേഹം ബ്രാസ് നെക്ലസ് ഉപയോഗിച്ച് ആക്രമിക്കുന്ന ആ ഒരു സമയത്ത് ആ സൗദി അറേബ്യയിലെ ഒരു ഗസ്റ്റ് അദ്ദേഹമായിരുന്നു ഇവരുടെ ഒരു നെയിമൊക്കെ ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ലോഗൻ പോളിൻ്റെ കാല് പിടിച്ച് വലിക്കുന്നുണ്ട്. നീ ആരാ എന്ന് പറഞ്ഞുകൊണ്ട് ലോഗൻ പോൾ അദ്ദേഹത്തെ തള്ളുന്നു. എന്നാൽ തിരികെ വന്ന ആ ഒരു സമയത്ത് കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന ഫിനിഷർ 3 തവണ ലോഗൻ പോളിനെതിരെ പ്രയോഗിക്കുന്നു. അങ്ങനെ ക്രോസ് റോഡ്സിലൂടെ പിൻഫോളിലൂടെ കോഡി ലോഗൻ പോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു
പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. മാച്ച് ക്വാളിറ്റി അതിഗംഭീരമായിരുന്നു. റിസൾട്ടുകളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതായിരുന്നു. അതിലുപരി മറ്റ് സർപ്രൈസുകളൊന്നും നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.